ഹലോ ഹായ് നമസ്കാരം. ആദ്യമേ തന്നെ പറയാനുള്ളത് ഇതൊരു പെയ്ഡ് വീഡിയോ അല്ല. എനിക്ക് ഈ പ്രോഡക്റ്റ് DJ അയച്ചു തരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പ്രോഡക്റ്റുകളോ കമ്പനികളോ എനിക്ക് പൈസ തന്നിട്ടില്ല. ഇതെൻ്റെ സ്വന്തം കാശിന് വാങ്ങിച്ച പ്രോഡക്റ്റാണ് DJI മൈക്ക് മിനി. വയർലെസ് മൈക്ക് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബഹുഭൂരിപക്ഷം ആളുകളുടെയും കയ്യിൽ അതുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. കാര്യം സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു. പല ബിസിനസ്സുകൾക്കും സോഷ്യൽ മീഡിയ ഒരു വലിയ ടൂളായിട്ട് മാറുന്നു. അപ്പോൾ എല്ലാവരും ക്യാമറയെക്കുറിച്ച് ആലോചിക്കും. ക്യാമറയിൽ പകർത്തിയാണല്ലോ ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക. പക്ഷേ ക്യാമറയിൽ പകർത്തപ്പെടുന്ന വീഡിയോനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. സൗണ്ട് എത്ര നന്നായിരിക്കുന്നോ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞാലും സൗണ്ട് ഗംഭീരമാണെങ്കിൽ അത് കയറിപ്പോവും. അപ്പോൾ അങ്ങനെ സൗണ്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് എല്ലാവരും മൈക്ക് വാങ്ങിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിനോട് ഇത് ഞാൻ വാങ്ങിക്കുന്നത് ഏകദേശം 16,000 രൂപയോളം വില കൊടുത്തിട്ടാണ്. ഇതിൻ്റെ സിമിലർ പ്രൈസിങ്ങിൽ മറ്റൊരു ബ്രാൻഡ് കൂടെയുണ്ട്, ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2. അത് ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ നെഞ്ചത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബട്ടൺസ് പോലെ ഒരു ബ്ലാക്ക് സാധനം കാണാൻ പറ്റും. അത് DJയുടെ ഹോളി ലാൻഡിൻ്റെ മൈക്കാണ്. DJയുടെ മൈക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണമുണ്ട്. ഞാൻ റോഡിൻ്റെ വയർലെസ് ഗോറ്റു ആണ് ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരു വയർലെസ് മൈക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് DJയുടെ വയർലെസ് മൈക്ക് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൽ ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അത് റോഡിനും ഉണ്ടായിരുന്നു, പക്ഷേ DJയുടെ മൈക്കിന് ഒരു ക്വാളിറ്റി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സൗണ്ടിൻ്റെ ഹൈ ലോ പരിപാടികളൊക്കെ കുറച്ചും കൂടി ഡെപ്തിൽ റെക്കോർഡ് ആവുന്നത് DJയിലാണ് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മൈക്ക് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. DJI തന്നെ അവരുടെ വയർലെസ് മൈക്ക് 2 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി പ്രോ ഗ്രേഡ് പരിപാടികളൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ആവശ്യത്തിന് എനിക്ക് ആ ഒരു മൈക്ക് മതി. പക്ഷേ കുറച്ചും കൂടി ചെറിയൊരു മൈക്ക് വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വയർലെസ് പരിപാടികൾക്ക്. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് റോഡിൻ്റെ വീഡിയോ മൈക്ക് ഗോ 2 എന്ന് പറയുന്ന മൈക്കിലാണ്. ഞാൻ കാണിച്ചു തരാം. ഈ മൈക്കിലാണ് ഇത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു ഷോർട്ട് ഗൺ മൈക്കാണ്. നമ്മളൊരു ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനും ഈ മൈക്കും തമ്മിൽ ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. പക്ഷേ സൗണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു വയർ കണക്ഷൻ ഉണ്ട് നേരെ ക്യാമറയിലേക്ക് പോകുന്നത്. ക്യാമറയും ഞാനും തമ്മിലൊരു 1.5 മീറ്റർ 2 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ ഈ വയറൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വയർലെസ് ആയിട്ടുള്ളൊരു മൈക്കുള്ളത് വളരെ നല്ലതാണ്. അത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട് താനും. പക്ഷേ ചെറിയ മൈക്കിനോടൊരു ഇൻട്രസ്റ്റ്, ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് DJI ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. DJI എന്ന് പറയുന്ന ബ്രാൻഡിനോട് എനിക്കൊരു അട്രാക്ഷൻ ഉണ്ട്, കുറച്ചും കൂടി ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ നമുക്ക് തരുന്ന ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ വളരെ തൃപ്തനാണ്. അപ്പോൾ ഒരു ചെറിയ മൈക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2,000 രൂപയ്ക്ക് അടുത്ത് വ്യത്യാസമാണ് DJI മൈക്ക് മിനിയും ഹോളി ലാൻഡും തമ്മിലുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, അത് ഈ പുള്ളിയാണ്, DJIയുടെ ഓസ്മോ ആക്ഷൻ 5 Pro. ഈ ആക്ഷൻ ക്യാമറ ഞാനൊരു ട്രാവൽ വീഡിയോ നമ്മുടെ ട്രാവൽ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ കുറേ ആൾക്കാർ അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ക്യാമറ GoProയുടെ Hero 10 ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറയൊക്കെയാണ്. പക്ഷേ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ ആശാൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അത് ഇടയ്ക്ക് ഒരു കാര്യമില്ലാതെയൊക്കെ ഫ്രീസായി പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ ഊരി ബാറ്ററി പുറത്തെടുത്ത് വീണ്ടും ഇട്ട് കഴിഞ്ഞാലാണ് പുള്ളി വർക്ക് ചെയ്ത് തുടങ്ങുക. കാലത്തിൻ്റെ ഒരു പഴക്കമുണ്ട്, അതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു ക്യാമറയാണത്. ബട്ട് സ്റ്റിൽ നല്ല ക്യാമറ കേട്ടോ, മോശം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ബാറ്ററി ബാക്കപ്പിലും ഒക്കെ കുറച്ച് പുറകിലാണ്. അവിടെയാണ് ഈ പുള്ളി ഗംഭീരമായിട്ട് ഷൈൻ ചെയ്യുന്നത്. 45,000 രൂപയ്ക്ക് ഈ ക്യാമറയും ഇതിൻ്റെ കൂടെ 3 ബാറ്ററിയും കൂടി കിട്ടുന്നുണ്ട്. ഇതിൽ ഓൾറെഡി ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട്, ഒരു 64 GB 48 GB നമുക്ക് കിട്ടും. ഗംഭീര ലോ ലൈറ്റ് പരിപാടിയൊക്കെയാണ്. ഒരു ആക്ഷൻ ക്യാമറയെ സംബന്ധിച്ച് ഗംഭീര ലോ ലൈറ്റ് പെർഫോമൻസ് ആണ് ഇത് തരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങ് പോകും പുള്ളി. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാൻഡ് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഒരു ബാറ്ററിയിൽ തന്നെ എനിക്ക് അത്യാവശ്യത്തിൽ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. 3 ബാറ്ററിയും അതിനുള്ള കേസും ഒക്കെ തരുന്നതുകൊണ്ട് ഇത് അടിപൊളിയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിൽ ഡയറക്റ്റ് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. USB-C ഉപയോഗിച്ചുകൊണ്ട് ഒരു റിസീവറൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ DJIയുടെ മൈക്ക് മിനി ഇതിൻ്റെ ഒരു റിസീവർ എടുത്താൽ, ഇതിൻ്റെ ഒരു സിംഗിൾ പീസ് മൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റിസീവറൊന്നും USB-C ഒന്നും വെച്ച് കഷ്ടപ്പെട്ട് കണക്ട് ചെയ്യുക ഒന്നും വേണ്ട. ബ്ലൂടൂത്ത് വഴി ഇതിനകത്തുള്ള 2 മൈക്കിനെയും ഈ ക്യാമറയിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും മോട്ടോ വ്ളോഗ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആകും എന്നുള്ളൊരു വിശ്വാസം കൂടി ഇത് വാങ്ങുമ്പോൾ ഉണ്ട്. ഹോളി ലാൻഡാണ് വാങ്ങുന്നതെങ്കിൽ USB-C ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടോ മൈക്ക് ഇതിൽ എക്സ്ട്രാ കണക്ട് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ഒന്നുമില്ല, ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഈ മൈക്കിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ വീഡിയോ. ഈ പ്രോഡക്റ്റ്, ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഡെലിവറി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് മാത്രമല്ല, ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് സിനിമകൾ ഫ്രീ ആയിട്ട് കാണാം. ആൻഡ് ആമസോൺ മ്യൂസിക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ ആമസോൺ ഗെയിമുണ്ട്. പിന്നെ ഓരോ സെയിലൊക്കെ വരുമ്പോൾ
ഒരു പ്രധാനപ്പെട്ട സെയിലുകളൊക്കെ വരുമ്പോൾ ഏർലി ആക്സസ് ഉണ്ട്, എക്സ്ട്രാ ബെനിഫിറ്റുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാനാണെങ്കിൽ അതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഒരു അൺബോക്സിംഗ് ബ്ലേഡ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ കുറേ നാളായി നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്, എന്നോടൊന്നും തോന്നരുത്. അപ്പോൾ ഞാൻ ഒരു കത്രി എടുത്തിട്ട് വരാം. ബോക്സിന് തന്നെ വലിയ ഭാരമില്ല. ഇതിലൊരു മൈക്ക് ഏതാണ്ട് 10 ഗ്രാമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. DJയുടെ മൈക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നേരിട്ട് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, മൈക്ക് നമുക്കിങ്ങനെ മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്തിടാം, അതൊരു വലിയ സൗകര്യമാണ്. പക്ഷേ മൈക്കിൻ്റെ വെയിറ്റ് കാരണം ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതല്ലെങ്കിൽ മൈക്ക് അകത്തേക്കായി പോകും. മൈക്ക് അകത്തേക്കായി പോകുമ്പോൾ മൈക്ക് അടഞ്ഞു പോയിട്ട് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിന് വെയിറ്റ് കുറവാണെന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കുറേയും കൂടി പോർട്ടബിൾ ആണിത്. പിന്നെ ഈ മൈക്കിലുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതായത് 2 ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. സ്ട്രോങ് ആയിട്ടും ലൈറ്റ് ആയിട്ടും നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഞാൻ പൊതുവേ നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു ഫാനല്ല. നോയ്സ് ഇല്ലാത്തടത്ത് നിന്ന് പരമാവധി ഷൂട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. പക്ഷേ വ്ളോഗിങ്ങിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഒരു ആവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2 ലെവൽ നോയ്സ് റിഡക്ഷൻ ഉണ്ട് ഇതിൽ. ഞാനൊരു ഇൻഡെപ്ത് റിവ്യൂ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ട്, ആസ് യൂഷ്വൽ എല്ലാ ബോക്സിലും ഉണ്ടാകുന്ന പോലെ. ഇതിനകത്ത് ഒരു പൗച്ചുണ്ട്, DJയുടെ നല്ല ഭംഗിയുള്ള ഒരു പൗച്ചാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ ഈ മെറ്റീരിയലിൽ ആ പ്രീമിയം ഫീലുണ്ട്. നോക്കി, ഡെയിലി ഒബ്ജക്ട്സ് എന്ന് പറയുന്നൊരു ബ്രാൻഡുണ്ട്, അവരുടെ കുറേ സാധനങ്ങൾ കുറച്ച് പ്രീമിയം ലെവലിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല നല്ല രസമുള്ള കവറ്, ചുമ്മാ ഒരു പൗച്ച് തന്ന് വിട്ടിരിക്കുന്നു എന്നുള്ളതല്ല, സിബൊക്കെ ഉള്ള നല്ലൊരു പൗച്ച്. പിന്നെ ഇത് മൈക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള ഡെഡ് ക്യാറ്റ് ഫിൽറ്റേഴ്സാണ്. ഇതിനകത്ത് 2 കേബിളാണുള്ളത്. ചാർജ് ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള USB-C കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള TRS കേബിളും ഉണ്ട്. പക്ഷേ എനിക്ക് ഈ പൗച്ചിനോട് ഭയങ്കര സ്നേഹം തോന്നുന്നു. എന്തൊരു രസമാണ്, എന്തൊരു ഫീലാണ് ആ സൗണ്ടിൽ തന്നെ ഉണ്ടാവും. വ്ളോഗേഴ്സിനെയൊക്കെ ശരിക്കും മുന്നിൽ കണ്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള പൗച്ചാണ്, ചുമ്മാ ഒരു പൗച്ച് തന്നു വിട്ട് പറ്റിച്ചതല്ല. അപ്പോൾ നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. കുറേ വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, വയർലെസ് മൈക്കുകൾ ഉപയോഗിക്കുമ്പോഴൊരു പ്രധാന പ്രശ്നം ഒബ്സ്റ്റക്കിൾസ് വരുന്നതാണ്. അതായത് ഞാനിപ്പോൾ ഒരു കാറിനകത്തിരുന്ന് ഷൂട്ട് ചെയ്യുകയാണ്, ക്യാമറയും റിസീവറും കാറിന് പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ സൗണ്ട് റെക്കോർഡാകുമ്പോൾ ഒരുപാട് കട്ട് ചെയ്ത് പോകും. കാര്യം ആ സിഗ്നൽസ് അങ്ങോട്ട് പോകാൻ. പക്ഷേ ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് പേരുടെ വീഡിയോസ് ഞാൻ കണ്ടത് അങ്ങനെയാണ്. ഒബ്സ്റ്റക്കിൾസ് ഉള്ളത്, ഗ്ലാസിൻ്റെ ഒരു ബാരിയർ ഫ്രണ്ടിൽ ഉണ്ട് എന്നുള്ളതൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ള. ഡെഡ് ക്യാറ്റ് ഫിൽറ്റേഴ്സ് അവർ കൊടുത്തിരിക്കുന്നതിൽ സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലിലുള്ള എന്നുവെച്ചാൽ നല്ല ലുക്കുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടി അവർ കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് പ്യുവർ ബ്ലാക്ക് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റൈലിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് കാറ്റൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ പൊതുവെ ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലൊരു സംഭവം വേണോ, അതോ ഇപ്പോൾ ഒരു ജാക്കറ്റൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്താണ്, അല്ലെങ്കിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ഇതും വളരെ ഫ്യൂച്ചറിസ്റ്റിക്കായി ആലോചിച്ച് അവരെടുത്ത തീരുമാനമെന്ന് തോന്നുന്നു. ബ്ലാക്ക് തൽക്കാലം ഞാൻ അകത്തെടുത്ത് വെക്കുകയാണ്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിടിക്കാം. USB-C കേബിൾ എൻ്റെ കയ്യിൽ ഒരുപാട് ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് DJയുടെ തന്നെ 2-3 ഉള്ളതുകൊണ്ട് അതും നമ്മൾ പെട്ടിയിലാക്കി വെക്കുന്നു. ഈ കേബിൾ ഇടയ്ക്ക് ആവശ്യം വരും ക്യാമറയിൽ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. DJയുടെ മൈക്ക് മിനി, ഈ ബോക്സും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ക്യാമറയും ഈ മൈക്കും, അതായത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകുമ്പോൾ, ഇപ്പോൾ എൻ്റെ ക്യാമറ ആണെങ്കിൽ സോണിയുടെ ZV-E10 ആണ്. അതിലൊരു 30mm സിഗ്മയുടെ ലെൻസ് ഉണ്ട്. രണ്ടും കൂടി എങ്ങനെ കളിച്ചാൽ ഒരു 1 കിലോ എടുത്ത് വെയിറ്റ് ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ മൈക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു 1/4 കിലോ വരും. അതിൻ്റെ കൂടെ മാക് പ്രോ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് വരും. അപ്പോൾ എനിക്ക് പരമാവധി വെയിറ്റ് കുറയ്ക്കാൻ ഇതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. കാര്യം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഈ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു സൈഡിലിരുന്നോളും, അതിനങ്ങനെ ഒരു വലിയ സ്പേസ് എടുക്കുന്ന കാര്യമല്ല. ക്യാമറയും മൈക്കും കൂടി ഇത്രേ വരുന്നുള്ളൂ എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ്. പിന്നെ ഈ ബോക്സിൻ്റെ ബാക്കിലൊരു C ടൈപ്പ് കേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. 40 മണിക്കൂറാണ് ഈ കേസ് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ബാറ്ററി ബാക്കപ്പ് അവർ പറയുന്നത്. ഇത് അൺലോക്ക് ചെയ്യുന്നതിന് ഇവിടെ ഒരു സ്റ്റിക്കർ, ഒരു സീൽ അവർ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സീലൊക്കെ റിമൂവ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി വാങ്ങിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ DJI മൈക്ക് മിനിയുടെ ബോക്സിനകത്തുള്ളത്. അപ്പോഴേ ചാടിപ്പോയി. ഓക്കെ, ഇത് ഒരു USB-C കണക്ടറാണ്. നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ DJയുടെ ക്യാമറയിൽ തന്നെ ഡയറക്റ്റ് ഇതിൻ്റെ റിസീവർ കണക്ട് ചെയ്യാനാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു കണക്ടറാണിത്. ഇപ്പോൾ ഈ ഒരു മൈക്ക്, ഇതാണ് DJI മൈക്ക് മിനിയുടെ മൈക്ക്. അയ്യോ, ഇത്രയും ചെറുതായിരുന്നു. DJയുടെ മൈക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതായത് DJയുടെ വയർലെസ് മൈക്ക് വെച്ച് നോക്കുമ്പോൾ മൈക്ക് മിനി എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. ഇതിൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റ് കണക്ട് ചെയ്തതാ ഞാനിവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ മൈക്ക്. സാധാരണ വയർലെസ് മൈക്കാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നതെങ്കിൽ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കും. പക്ഷേ ഇവിടെ ആ പ്രശ്നമില്ല. ഇത് എവിടെ വെക്കുന്നോ അവിടെ ഇരുന്നോളും, വലിയ ശല്യമൊന്നും ഇല്ലാതെ വളരെ ചെറിയൊരു മൈക്കാണിത്. ഈ മൈക്കിലാണ് നമ്മൾ ഈ ഡെഡ് ക്യാറ്റ് ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര പെട്ടെന്ന് ഫിറ്റ് ആവും ഇത്.
ഓക്കെ ഇത് ഫിറ്റായി, ഇതിങ്ങനെ തന്നെ ഇരുന്നോളും. ആൻഡ് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാധാരണ ഇതുപോലത്തെ ഡെഡ് ക്യാറ്റ് ഫിൽറ്റേഴ്സ് മൈക്കിൽ വരുമ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ പൗച്ചിൽ കൊണ്ട് നടക്കണം. മൈക്ക് മാത്രമാണ് ഈ കേസിൽ കയറുക. പക്ഷേ ഇവിടെ മൈക്ക് വിത്ത് പൗച്ച് ഈ ബോക്സിനകത്തിരിക്കും. അപ്പോൾ കൊള്ളാലോ. അത്യാവശ്യം വിൻഡി ആയിട്ടുള്ള നല്ല കാറ്റുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും. ഈ ഒരുപാട് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സൊക്കെ വ്ളോഗ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിലോ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറുന്ന പോലെ ഒരു ഷോട്ട്, അല്ലെങ്കിൽ ബീച്ചിൽ പോയിട്ടൊരു വീഡിയോ എടുക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് മൈക്ക് പുറത്തെടുത്ത് അതിനുശേഷം ഇതിൽ ഡെഡ് ക്യാറ്റ് ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് പിന്നെ വെച്ച് അത് കഴിയുമ്പോൾ ഇത് തിരിച്ച് വെച്ച് ഇത്രയൊക്കെ മെനക്കേടുണ്ടാവും. പക്ഷേ ഇവിടെ ആ മെനക്കേടൊന്നുമില്ല. നേരെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ ഡെഡ് ക്യാറ്റ് ഫിൽറ്റർ ഓൺ ആയിട്ട് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് കൂടാതെ മറ്റൊരു റിവ്യൂ വീഡിയോയിൽ കണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഈ കേബിൾ ഉണ്ടല്ലോ, ഈ ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ കേബിൾ, ഇതും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ബോക്സിൽ ക്യാരി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇങ്ങനെ ഇത് അവിടെ ഇരുന്നോളും. അപ്പോൾ കംപ്ലീറ്റ് പോർട്ടബിൾ ആയിട്ട്, അതായത് ഈ ഒരു ബോക്സ് മാത്രം നമ്മൾ എടുത്താൽ മതി. വയറും വള്ളിയും സെപ്പറേറ്റ് എടുക്കാം, ഇത് സെപ്പറേറ്റ് എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ അകത്തില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ ഈ കേബിൾ എനിക്ക് തോന്നുന്നു ഫോണിൽ വ്ളോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറയിലൊക്കെ വ്ളോഗ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ കേബിൾ പ്രത്യേകിച്ച് ആവശ്യം വരാത്ത ഒന്നാണ്. USB-C കണക്ടർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഈ സാധനം കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ റിസീവറും എടുക്കേണ്ട, കേബിളും എടുക്കേണ്ട, അഡാപ്റ്ററും എടുക്കേണ്ട, ഒന്നും എടുക്കേണ്ട. ഈ മൈക്ക് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാലും വ്ളോഗ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഫോണിലേക്കും ഡയറക്റ്റ് ബ്ലൂടൂത്ത് വയ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ ഒന്നും വേണ്ട, ഈ മൈക്ക് മാത്രം നമ്മൾ ഫോണിലോ പറയുന്ന ആക്ഷൻ ക്യാമറയിലോ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ഇൻഡിപെൻഡൻറ്റ് മൈക്കായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരാളുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്താൽ അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ മൈക്കിനെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ മൈക്ക് കണ്ടു, ഇനി ഇതിൻ്റെ റിസീവർ കാണണ്ടേ. നേരത്തെ DJയുടെ വയർലെസ് മൈക്ക് ഉണ്ടായിരുന്ന അത്രയും സൈസേ ഉള്ളൂ ഈ മിനി മൈക്കിൻ്റെ റിസീവർ എന്ന് പറയുന്നത്. ഇത് പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് കൂടാതെ ഈ സൈഡിൽ ഒരു വോളിയം റോക്കർ പോലത്തെ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ ഗെയിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്ലിക്കി സൗണ്ടോട് കൂടിയാണ് ഇതിൻ്റെ ഗെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൽ നിന്ന് വരുന്ന ഓഡിയോ എത്ര സൗണ്ടിലാണ് ഇത് ഔട്ട്പുട്ട് എടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത്, അതെൻ്റെ DJ വയർലെസ് മൈക്കിലുള്ളതുകൊണ്ട് എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇതിൽ ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കംപ്ലീറ്റ് സാധനങ്ങളും ഇതിൻ്റെ അകത്താക്കി ഈ പൗച്ചിലേക്ക് വെച്ച്, പൗച്ച് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നല്ല പൗച്ചിടൂ, അടിപൊളി. അപ്പോൾ ഈ പൗച്ചും ഈ ക്യാമറയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വ്ളോഗ് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങളെയും കാണുന്നത്. ഇനി ഈ മൈക്ക് നിങ്ങൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു മൈക്ക് വാങ്ങിക്കുന്നത് വളരെ നന്നായിരിക്കും. പക്ഷേ നിങ്ങളുടെ കോണ്ടൻറ് ക്രിയേഷൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു പ്രോ ഗ്രേഡിൽ നിൽക്കുന്ന, അതായത് നമ്മളിപ്പോൾ ഒരാളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോവുകയാണ്. ആ ഇൻ്റർവ്യൂവിൽ സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ക്യാമറയിൽ സൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ റിസീവർ ഇടയ്ക്ക് ഓഫായിപ്പോയി, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്നാൽ മൈക്കിനകത്ത് ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ സ്ഥലത്ത് സേഫായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ DJയുടെ വയർലെസ് മൈക്കോ മൈക്ക് 2 ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. വയർലെസ് റിസീവർ വർക്ക് ചെയ്യുന്നില്ല, ക്യാമറയിൽ ഇൻറ്റേർണലി റെക്കോർഡ് ആയിട്ടില്ല, അയ്യോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മൈക്കിനകത്ത് ഓൾറെഡി ഇൻറ്റേർണലി റെക്കോർഡ് ആവുന്നുണ്ട്. ഇതിൽ അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയിലും നിലവിൽ ഞാൻ കണ്ടിട്ടുള്ള റിവ്യൂസൊക്കെ വെച്ചിട്ട് DJ വയർലെസ് മൈക്ക് 2 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന അത്രയും ഭയങ്കര സൗണ്ട് ക്വാളിറ്റി ഇതിനുണ്ടോ എന്നെനിക്ക് ഡൗട്ടാണ്. ഞാനിത് യൂസ് ചെയ്ത് നോക്കട്ടെ. ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരും. ഓസ്മോ ആക്ഷൻ 5 Pro കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണം എന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വാങ്ങിയ ഒരു പർച്ചേസും കാര്യങ്ങളും ആയതുകൊണ്ട് ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. സോ ഫാർ ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് ഡിവൈസ്. അപ്പോൾ ഈ കാര്യങ്ങളുടെ ഇനി നമ്മൾ വാങ്ങാൻ പോകുന്നതിൻ്റെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.